എത്തി നോക്കാണ് എന്താ ചെയ്തത്. എന്റെ പാമ്പ് വർണ്ണാഭമായ ചായക്കുട്ടികളുടെ മർമ്മര സ്പർശ സങ്കലനമല്ലേ സാർ? ഇവളുടെ പാമ്പ് നീ എന്തോ എഴുതുന്നത്? പാമ്പിന് ഇച്ചിരി ബോർഡർ കൊടുക്കുക. ഓർഡറൊന്നും വരില്ല, അതിനകത്തുള്ള മാത്രം. അല്ല അങ്ങനെയല്ല, കളറ്. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. എന്തൊരു ഭാവന. ഇത് തവണയാക്കിയ പാമ്പിനെ. എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ഫിനോമിന അബുദാബി. ഫിനോമിന അബുദാബി. അമ്മ പറഞ്ഞേ ഫിനോമിന അബുദാബി. ഞാനത് ചോദിക്കരുതായിരുന്നു. നമ്മൾ ഇന്ന് പ്രോഗ്രാമിന് മുൻപായിട്ട് ഒരു സ്ഥലം കാണാൻ പോവാണ്. എവിടെയാണ്? ഫിനോമിന അബുദാബി. ഫിനോമിന അബുദാബി. അമ്മ പറഞ്ഞേ ഫിനോമിന അബുദാബി. അവിടെ നമ്മൾ പോവാണ്. അപ്പം അവിടെ പോയി കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക, കുറേ ലൈറ്റ്സിന്റെ സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. ലൈറ്റ്സ് കൊണ്ട് അവര് പല പല കാര്യങ്ങൾ, ആർട്ട് വർക്ക് നമ്മുടെ ഈ ബിനാല പോലെ ലൈറ്റിന്റെ ഒരു ബിനാല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് സംഭവമാണ്. അപ്പം അതായിരിക്കും നമ്മൾ അവിടെ കാണാൻ പോകുന്നത്. സോ അവിടെ ചെന്നിട്ട് ഞാൻ കൂടുതൽ അവിടെ എന്താ നമുക്ക് അധികം സംസാരിക്കാനും അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ലൈറ്റ്സ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു പുതിയ സാധനം കേട്ടോ, ഫിനോമിന അബുദാബി പുതിയതാണ്. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ടാവില്ല. അപ്പം എന്തായാലും നോക്കാം. അതെ, അപ്പൊ കോപ്പി അടിക്കാൻ നോക്കുന്നത് എത്തി നോക്കാണ്. എത്തി നോക്കാണ് എന്താ ചെയ്തത്. എന്റെ പാമ്പ് ഇവളുടെ പാമ്പ് നീ എന്തോ എഴുതുന്നത്? പാമ്പിന് ഇച്ചിരി ബോർഡർ കൊടുക്കുക. ഓർഡറൊന്നും വരില്ല, അതിനകത്തുള്ള മാത്രം. അല്ല അങ്ങനെയല്ല, കളറ്. അതിനകത്തുള്ള ബോർഡർ ഉണ്ട്. വായ. ഇത് തവണയാക്കിയ പാമ്പിനെ കണ്ണൊക്കെ കറപ്പിച്ച്. പിന്നെ പാമ്പിന് കണ്ണ് എന്താണ് കറുപ്പാണോ? അങ്ങനെ ചുമ്മാ കൊണ്ടു കൊടുക്കാം. എന്ത് കളറാ? ഇതിലേത് പാമ്പാണ് കൊള്ളാവുന്നത്? 3 കളർ പാമ്പ്. വട്ടത്തിന്റെ ഉള്ളിൽ പേര്. ആ അതല്ലേ ഞാൻ താഴെ ഈ പാമ്പാണോ? ഞങ്ങാനും വല്ല സമ്മാനം കിട്ടില്ല. അമ്മയോട് ചോദിക്കുമ്പോ കൊടുക്ക്. അവിടെ വരും. Come now? In 3 seconds it will be there. इथे स्केच रूम है ना? എന്റേത് അവിടെ എടുത്തോ, അവിടെ എടുത്തോ. ആ അവിടെ പാമ്പ്. നീ എങ്ങോട്ടാ പോയത്? നീ നിന്റെ ഫ്രണ്ടില് എന്റെ പറയുന്നുണ്ടാ ഇങ്ങനെ പേരുത്. അവിടെ പോവുക, ഇതാ അതാ അമ്മയുടെ പോവുക. നീ അങ്ങോട്ട് പോണേ ചേട്ടാ. എന്റെ പാമ്പ് പോണുണ്ടാ. ഉടനെ ഓടി പോയിക്കോളൂ. ഞാൻ കൊല്ലട്ടെ. ആ നിന്നെ പോയി നമ്മുടെ പുണ്ട്. ഞാൻ എന്നെ തന്നെ കൊല്ലുകയാണ്. നമ്മുടെ പോയപ്പോ വരുന്നത് മെയിനായിട്ട് വരുന്നത്. ഞാൻ കൊല്ലട്ടെ. അമ്മയുടെ പൂ വൈറലാണല്ലോ എല്ലായിടത്തും. അത് നമ്മള്
ഇന്ന് കുട്ടികളുടെ റിഹേഴ്സലിന് വേണ്ടിയിട്ട് പോവാണ്. എന്താ അമ്മ അതിനുമ്മ ഒരു ഡാൻസർ ആവാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങള് പോയിട്ട് റിഹേഴ്സൽസ് ഒക്കെ കണ്ട് എല്ലാം ചെയ്തിട്ട് നാളെയാണ് നമ്മുടെ പ്രോഗ്രാം. എന്നിട്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ള? ഒന്നുമില്ലേ? നാട്ടിലെ സമയത്ത് നാട്ടിലെ ഡാൻസ് ക്ലാസ് എനിക്ക് ഉണ്ടായിരുന്ന സമയത്ത് അമ്മയായിരുന്നു ഫുള്ള് റിഹേഴ്സലിന്റെ സമയത്ത്. അവിടെ ഓടുക ഇവിടെ ഓടുക, പിള്ളേർക്ക് ഫുഡ് കൊടുക്കുക, ചായ ഉണ്ടാക്കുക, പിന്നെന്തായിരുന്നു സാധനങ്ങൾ മേടിക്കുന്ന പിന്നെ അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്യുക, പിന്നെ കുട്ടികൾക്ക് പേരൻസ് കൊണ്ടുവിടാനൊക്കെ ജോലിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വരാനും പോകാനൊന്നും പറ്റില്ലെങ്കിൽ അമ്മ എന്നെ ഓട്ടോറിക്ഷ പിടിച്ച് അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ ഭയങ്കര ഉത്തരവാദിത്തം. ഏൽപ്പിക്കാം. ആർ യു റെഡി? അപ്പൊ എന്തായാലും ഞങ്ങൾ റിഹേഴ്സൽ സ്ഥലത്തേക്ക് പോവാണ്. നോക്കാം. സോ നമ്മളുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തി. ഇന്ത്യൻ സോഷ്യൽ കൾച്ചർ സെന്ററിൽ ഓൾമോസ്റ്റ് ഒരു 1 hour എടുക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ആവാൻ. നമ്മളെല്ലാവരും സെറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഞാൻ അകത്ത് പോയിട്ട് വേണം ഡാൻസിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ. ഇപ്പോൾ ഇത് ഇനോഗ്രേഷൻ ചെയ്യാനുള്ള ഒരു ഗെറ്റപ്പിലാണ്. ഇവിടെ വീഡിയോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാവരും മേക്കപ്പ് ചെയ്യാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവരുടെ മേക്കപ്പ് വിശേഷങ്ങൾ എന്ന്. Ready for dance? No? Ready? Okay. ഹായ്. ഇന്നലെ നന്നായി ഡാൻസ് ചെയ്തു കേട്ടോ. So which song? Which is your song? Devashri Ganesha. Okay. All the best. Thank you. എന്താ പേര്? ഇഹാൻഷി. നൈസ് നെയിം. ഇവിടെ നല്ല തകൃതിയായിട്ട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പൂജയാണ് ഇപ്പോ. സോ ഇനി അങ്ങോട്ട് പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് ഗ്ലിംസസ് പോലെ കാണിക്കാം. ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് സൗണ്ടിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. ഇത് തുടയ്ക്കണം. നല്ല ഭംഗിയുണ്ടല്ലോ. എല്ലാരും നമസ്തേ എന്ന് പറഞ്ഞ നോക്കട്ടെ. തുമ്പി എവിടെ? നമസ്തേ പറയാൻ. തുമ്പി നമസ്തേ പറഞ്ഞേ. ചിരിച്ചു പറ. ആ സ്വാസികയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ സ്വാസികയുടെ പ്രിയപ്പെട്ട ഭർത്താവും ആക്ടറുമായിട്ടുള്ള പ്രേം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രേമിനെ വേദിയിലേക്ക് സ്വാഗതം. ഇവിടെ കുരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് ഡാൻസ് ചെയ്യാത്ത കുറെ അമ്മമാർ പെർഫോം ചെയ്തു. കുട്ടികളുടെ ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വളർന്നു വരുന്ന ഒരു കലാകാരികൾക്കും കലാകാരന്മാർക്കും ഒരു വേദിയാണ് തമ്പുരു ആർട്സ് ആൻഡ് ട്രെയിനിങ് സെന്റർ നൽകുന്നത്. അപ്പോൾ ഇതേപോലുള്ളൊരു സപ്പോർട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. പ്രോഗ്രാം കഴിയുന്നവരെ ഇതേപോലെ നിങ്ങളിങ്ങനെ ഒരു സീറ്റ് പോലും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് അത് ഒരുപാട് സന്തോഷമായിരിക്കും. അത് നിങ്ങൾ എൻ്റെ റിക്വസ്റ്റ് സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പെർഫോമൻസ് ഉണ്ട്, ഹരീഷ് ഏട്ടൻ്റെ ഉണ്ട്, മെജോയുടെ ഉണ്ട്. വെള്ളം
നിങ്ങളെന്താ പൊരുത്തിക്കോയി കുത്തിരിക്കണായിരിക്കും കസാലേൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിരിക്കണ ആരെ വിളിച്ചങ്ങളെ നിങ്ങൾ ആ കണാരെന്ന് പറഞ്ഞ ആളല്ല വിടലടിക്കണേ എന്ത് അവിടലടിക്കേ ഉള്ളു തള്ളുന്ന ആള് ഏട്ടാ ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനി ജാലിയൻ കണാരെ അത് അതന്നെ വിടലല്ലേ വീട്ടല്ലോ പറയാൻ വാക്കുകളില്ല ഡിയർ. സോ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് നമ്മൾ ഇരിക്കുകയാണ്. അതിൻ്റെ ഓവറോൾ വീഡിയോസ് കുറച്ചൊക്കെ ഇടാൻ എടുത്തിട്ടുള്ളൂ. എന്തായാലും ഒരു 1000-ന് മുകളിൽ ആളുകാർ ഉണ്ടായിരുന്നു ക്രൗഡ്. സോ അതുകൊണ്ട് നിറഞ്ഞ സദസ്സായിരുന്നു. ഒരു 11 മണി വരെ ഫുൾ ക്രൗഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും പോയത്. എന്തായാലും പ്രോഗ്രാം ഗംഭീരമായി. പേരൻസിനൊക്കെ ഒരുപാട് ഹാപ്പി ആയി എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും കുറേ പുതിയ അഡ്മിഷൻസ് ഒക്കെ നമുക്ക് ഇന്നലെ തന്നെ കിട്ടി തമ്പുരൂന്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു നൈറ്റ് ആയിരുന്നു. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.